ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। मम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिविशाखान्वितं ये कृष्णा करुणा सिन्धु दीनबन्धो जगत्पति गोपेश गोपिका कान्त राधा कान्त नमस्ते तप्त काञ्चन गौरांगी राधे वृंदावनेश्वरी शबानो सुदे देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. എല്ലാവർക്കും ഇന്നത്തെ വൈഷ്ണവ സദാചാരം ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഓക്കെ, അപ്പം നമ്മളിന്ന് വൈഷ്ണവ എറ്റിക്കേറ്റ് ഡീലിംഗ് വിത്ത് ഗസ് അവിടെ നിന്നാണ് വിളിക്കാൻ പോകുന്നത്. Dealing with guests. When guests come to our temple and homes, it is the Vaishnava etiquette to treat them with great respect and love. They should be welcomed with sweet words, a seat, water, and prasadam according to our needs. അപ്പോൾ അതിഥികൾ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ വൈഷ്ണവ എറ്റിക്കേറ്റ് എന്താ പറയുന്നത്? നമ്മൾ ആദരവോടെ അവരെ സ്വീകരിക്കണം. എന്നിട്ട് അവർക്ക് ഇരിക്കാനുള്ളതും സീറ്റ്, പിന്നെ നല്ല വാക്കുകൾ പറയണം. പറ്റുമെങ്കിൽ പ്രസാദം, വെള്ളം എന്നീ കാര്യങ്ങൾ കൊടുക്കണം. വന്ന ഉടനെ നമ്മൾ എന്താ ചെയ്യണം? നമ്മള് നമ്മുടെ ടെമ്പിൾ എല്ലാം ആൾട്ടർ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് ദർശനം കാണിച്ചു കൊടുക്കുക. പിന്നെ ശേഷം അല്ലെങ്കിൽ ആദ്യം തന്നെ നമ്മൾ വൈഷ്ണവ പ്രണാം ചെയ്യണം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ. എന്നിട്ട് നമ്മുടെ ആൾട്ടറിന്റെ അവിടെ കൊണ്ടുപോയി ദർശനം കൊടുത്തിട്ട് ഇരിക്കാൻ സീറ്റൊക്കെ കൊടുത്തിട്ട് കുടിക്കാൻ വെള്ളം, പിന്നെ എന്തെങ്കിലും ഭഗവാന്റെ പ്രസാദം, എന്തെങ്കിലും ചെറുതായി പ്രസാദം കൊടുത്താൽ വളരെ നന്നായിരിക്കും. ഈവൻ അതർവൈസ് നമ്മുടെ വേദിക് ഒരു സിസ്റ്റം അനുസരിച്ചിട്ട് ആര് വീട്ടിൽ വന്നാലും ശരി, നമ്മൾ വിളിച്ചിരുത്തും. ഉടനെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കും. അല്ലെ, വെള്ളം കുടിക്കാൻ വേണം ചോദിച്ചു കൊടുക്കും. കുടിച്ചാലും കുടിച്ചാലും കുഴപ്പമില്ല, ആവശ്യം കുടിക്കും. നമ്മളുടെ ഒരു മര്യാദയാണ്. എസ്പെഷ്യലി ഞാൻ ഇത് കൂടുതൽ കണ്ടത് ഗുജറാത്തി, ഏതൊരു ഗുജറാത്തികളുടെ വീട്ടിൽ പോയാലും ശരി, ആദ്യം പറഞ്ഞ പാനി ആപ്പോ, അവര് പാനി തരട്ടെ, അവരെ ഗുജറാത്തി ദേവിക്കും. അത് സിസ്റ്റം, ആര് വന്നാലും ശരി, അതൊരു സിസ്റ്റമാണ്. അപ്പൊ നമുക്കത് നല്ലൊരു മര്യാദയാണ്. നമ്മള് എപ്പോഴും വീട്ടിലേക്ക് ചിലപ്പോൾ പോകുന്ന വഴിയിൽ കാണുന്നതായിരിക്കും. നമ്മളെ മര്യാദ വീട്ടിലേക്ക് വരാൻ പറയുക. ഞാൻ അറ്റ്ലീസ്റ്റ് ക്ഷീണിച്ച് വരുന്നതായിരിക്കും, പണ്ടെങ്കിലും കൊടുക്കണം. അപ്പൊ എങ്ങനെയാണ് അതിഥികൾ വീട്ടിൽ വരുമ്പോൾ ചെയ്യേണ്ടത്? അഡ്രസ്സിങ് വൈഷ്ണവാസ്. ശ്രീല പ്രഭുപാദ ഹാസ് ടു ബി അഡ്രസ്ഡ് ആസ് ഹിസ് ഡിവൈൻ ഗ്രേസ്. പ്രഭുപാദയെ അഡ്രസ് ചെയ്യുമ്പോൾ എന്താണ് പറയുന്നത്? പരമ ദിവ്യോത്തമ പുരുഷൻ, അല്ലെ? അതിന്റെ ഇംഗ്ലീഷാണ് ഹിസ് ഡിവൈൻ ഗ്രേസ്. പ്രഭുപാദ അഡ്രസ് ചെയ്യുമ്പോൾ ഹിസ് ഡിവൈൻ ഗ്രേസ് AC ഭക്തി വേദാന്ത സ്വാമി ശ്രീ പ്രഭുപാദ്. മറ്റുള്ളവരെ ഹിസ് ഗ്രേസ് HG, ഇത് ഹിസ് ഡിവൈൻ ഗ്രേസ്, പ്രീ എമിനന്റ് ആചാര്യൻ. ഹിസ് ഡിവൈൻ ഗ്രേസ് തന്നെ നമ്മൾ സംപൂജ്യ, പരംപൂജ്യ എന്നൊക്കെ പറയുന്നില്ല. ഇവിടെ പ്രഭുക്കന്മാരെ ഹിസ് ഗ്രേസ്, മാതാജിമാരെ ഹർ ഗ്രേസ് എന്ന് പറയുന്നു. സോ ഗുരു ആൻഡ് സന്യാസീസ് ആസ് ഹിസ് ഹോളിനെസ്. സന്യാസി ആണെങ്കിൽ, ഗുരു ആണെങ്കിൽ ഹിസ് ഹോളിനെസ്. ആൻഡ് ഗോഡ് ബ്രദേഴ്സ് ആസ് ഹിസ് ഗ്രേസ്. നമ്മളുടെ കൂടെയുള്ള ഗോഡ് ബ്രദേഴ്സിന് ഹിസ് ഗ്രേസ്, ഗോഡ് സിസ്റ്റേഴ്സിന് ഹർ ഗ്രേസ്.
A god brother's name may be prefixed as Shriman. Shriman വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം പേരുടെ കൂടെ. A brahmachari's name is suffixed by the term brahmachari. Okay. His Grace Brahmachari Jagat Sakshi Das Prabhu, for example. Brahmachari in the area. Krishna Das Brahmachari. A grasta by the term Adhikari. Adhikari എന്നുള്ള അഡ്രസ് ചെയ്യാം. And a sannyasi by the term Maharaja, Swami or Goswami. ഇങ്ങനെ ആ ഒരു സഫിക്സോ അല്ലെങ്കിൽ പ്രിഫിക്സോ ആസ് റിക്വയർഡ് നമുക്ക് ആഡ് ചെയ്യാം. Dealings with other Vaishnavas. We may offer respect to, but one should not associate with the following categories. നമ്മളെ മറ്റുള്ള വൈഷ്ണവ സമ്പ്രദായത്തിലെ ആൾക്കാരെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം, എപ്പോഴും പ്രണാമം ചെയ്യണം. പക്ഷെ ഒരു ചെറിയൊരു വാണിംഗ് എന്താണ്? We may offer respect to, but one should not associate with following category. താഴെ പറയുന്ന കാറ്റഗറിയിലെ ആൾക്കാരായിട്ട് നമ്മൾ കൂട്ടുകൂടാൻ പാടില്ല. ഏതാണ് കാറ്റഗറി? വൈഷ്ണവാസ് ഓഫ് ബാഡ് ഓർ ഡൗട്ട്ഫുൾ ക്യാരക്ടർ. വൈഷ്ണവന്മാരായിരിക്കും, പക്ഷെ നമുക്ക് വിശ്വാസമില്ല അവരുടെ ക്യാരക്ടറെ പറ്റിയിട്ട്, സംശയമുണ്ട്. സോ വി ഷുഡ് കീപ്പ് അവേ, നമ്മൾ ഡിസ്റ്റൻസ് കീപ്പ് അപ്പ്. അപ്പോൾ ഡിവോട്ടീസിനുണ്ട് പല ഗ്രേഡിൽ. നമ്മൾ ജനറലി ഡിവോട്ടി പറയുന്നു അല്ലെ. ഇന്ന് പ്രോഗ്രാമിൽ ഞാൻ മാതാജിയൊക്കെ എത്ര ഡിവോട്ടീസ് ഉണ്ടായിരുന്നു? 50 ഡിവോട്ടീസ് ഉണ്ടായിരുന്നു. ഈ 50 ഡിവോട്ടീസിന്റെ കോൺഷ്യസ്നെസ്സിലാവും നമുക്കറിയോ? ഇല്ല. ചില ആൾക്കാർ നിയോഫൈറ്റ് ആയിരിക്കും, തുടക്കക്കാരായിരിക്കും. ചില ആൾക്കാർ കനിഷ്ഠ, അല്ലെങ്കിൽ മധ്യമ, അല്ലെങ്കിൽ ഉത്തമ. അപ്പൊ എല്ലാവരും ഒരേപോലെ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ എല്ലാവരോടും നമുക്ക് ആ ഒരു ക്ലോസ് കോണ്ടാക്ട് വെക്കാൻ പാടില്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും സംശയം തോന്നുകയാണ് ഇദ്ദേഹത്തിന്റെ ക്യാരക്ടറിലോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലോ, വി ഷുഡ് കീപ് ദ ഡിസ്റ്റൻസ്. കാരണം നമ്മള് അനാവശ്യമായിട്ട് അങ്ങനെ സംഘത്തിൽ ചെന്നപ്പെട്ടാൽ നമ്മളും കൂടി കണ്ടാമിനേറ്റ് ആവും. സോ വി ഷുഡ് ബി കെയർഫുൾ. വൈഷ്ണവാസ് ഓഫ് ബാഡ് ഓർ ഡൗട്ട്ഫുൾ ക്യാരക്ടർ. സഹജിയാസ്. എന്താണ് സഹജിയാസ് പറഞ്ഞാൽ? അവര് ഭയങ്കര ഇമിറ്റേറ്റ് ചെയ്ത് ഭയങ്കര ഇത് കാണിക്കും. സഹജിയാസ് പറഞ്ഞാൽ അവര് റിച്വൽസ് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും, ഭക്തിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. അപ്പൊ റിച്വൽ വളരെ സ്ട്രിക്റ്റ് ആയി ചെയ്യും. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ കുടുംബത്തിൽ തന്നെ ജനിക്കണം. അതെന്താ അങ്ങനെ ചിന്താഗതിയുള്ള ആൾക്കാർ സഹജിയാസ്. അപ്പൊ അവർക്ക് മാത്രമേ വേദങ്ങളോ ഇതൊക്കെ പഠിക്കാനുള്ളതുള്ളൂ. ഇന്നത്തെ കാലത്ത് ഡിവോഷണൽ സർവീസ് ചെയ്യുന്ന ആർക്കും, ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന ആർക്കും പഠിക്കാൻ പറ്റും ഭഗവത്ഗീത. അപ്പൊ അങ്ങനെ ചില സ്ട്രിക്റ്റ് ആയിട്ടുള്ള അവരുടെ തലത്തിൽ അവർക്ക് ശരിയാ തോന്നുന്നുള്ള കാര്യങ്ങൾ ചെയ്തു. പക്ഷെ അതേസമയം അവിടെ വേറെ അപരാധ കർമ്മങ്ങളിൽ ഏർപ്പെടും. അപ്പൊ സഹജിയാസ് ഒരു റിച്വൽ മാത്രമേ ഉള്ളൂ, ഭക്തിയില്ല. ഭക്തി ഉണ്ടായിരിക്കാം, പക്ഷെ അതൊക്കെ ഇതിന്റെ ഈ പേരും പ്രശസ്തിക്കും അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. വൈഷ്ണവാസ് ഓഫ് സമ്പ്രദായാസ് ഓഫ് ഡൗട്ട്ഫുൾ ബോണഫൈഡ്സ്. സമ്പ്രദായം ശരിയാണ്, വൈഷ്ണവാണ്, പക്ഷേ ആ ഡിസിപ്ലിൻ സക്സഷൻ, ആ പരമ്പരയ്ക്ക് നമുക്കൊരു സംശയം തോന്നുന്നു. ശരിയായിട്ടുള്ള ഒരു പരമ്പരയല്ല. അതിന് ഒരുപാട് ഡീവിയേഷൻ വന്നിട്ടുണ്ട്, ഒരുപാട് ഡൈല്യൂഷൻ വരുന്നുണ്ട്, ഒരുപാട് ഇന്റർപോളേഷൻ വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് സംശയം തോന്നുന്ന ആ സമ്പ്രദായത്തിന് നമ്മളുണ്ട്. പിന്നെ മായാവാദി സന്യാസിസ്. പക്ഷെ ഇവരെല്ലാം നമ്മൾ മനസ്സുകൊണ്ട് റെസ്പെക്ട് ചെയ്യണം, പ്രണാം ചെയ്യണം. കാരണം അവരൊരു തരത്തിലല്ല, അല്ലെങ്കിൽ മറ്റൊരു തരത്തില് സമുദായത്തിനും സമൂഹത്തിനും എല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് വേണ്ടിയിട്ട് ചില, പക്ഷെ അവർ പെർഫെക്റ്റ് അല്ല. അപ്പൊ അവരുടെ ആ ഒരു ആചാരം നമുക്ക് വേണ്ട. അവരുടെ അസോസിയേഷൻ കാരണം നമ്മളുടെ ശരിക്കുള്ള ലൈനിൽ നമ്മൾ വ്യതിചലിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അവരായിട്ടുള്ള സംഘം അത്ര നല്ലതല്ല എന്ന് പറയുന്നത്. വൈഷ്ണവാസ് നോട്ട് ടു ബി സീൻ ഫ്രം മെറ്റീരിയൽ വ്യൂ പോയിന്റ്. ഒരു ഭൗതിക തലത്തിലുള്ള ഒരു കാഴ്ചപ്പാടായിരിക്കരുത് നമ്മള് കാണേണ്ടത്. അത് നമ്മൾ സൂക്ഷിക്കണം. പിന്നെ പറയുന്നത് ശ്രീല രൂപ ഗോസ്വാമി says in the nectar of instruction in regard to the Vaishnava, such a devotee should not be seen from materialistic point of view. Indeed, one should overlook a devotee having a body born in a low family, a body with a bad complexion, a deformed body, or a disease or infirm. അപ്പോൾ ഒരു വൈഷ്ണവന് ഒരുപാട്
പോരായ്മകൾ ഉണ്ടായിരിക്കാം. അപ്പിയറൻസ്, ഔട്ട്വേർഡ് അപ്പിയറൻസിൽ നമ്മൾ വിലയിരുത്താൻ പാടില്ല ഒരു വൈഷ്ണവനെ. അദ്ദേഹം കാണാൻ ഭംഗിയില്ല, അദ്ദേഹം കറുത്തതാണ്, അദ്ദേഹം അമേരിക്കനാണ്, അദ്ദേഹം യൂറോപ്യനാണ്, അദ്ദേഹം മിളയച്ചനാണ്, അദ്ദേഹം യൗവനനാണ്. ഇങ്ങനെ എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ്, എക്സ്റ്റേണൽ വ്യൂ പോയിന്റിന് ഒരു വൈഷ്ണവനെ കാണാൻ പാടില്ല. വൈഷ്ണവൻ എങ്ങനെയാവുന്ന ക്വാളിഫിക്കേഷൻസ് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്, വൺ ഷുഡ് ഓവർലുക്ക് എ ഡിവോട്ടീസ് ഹാവിങ് എ ബോഡി ബോൺ ഇൻ എ ലോ ഫാമിലി. ഇപ്പോൾ പാശ്ചാത്യ ദേശത്ത് ജനിച്ച ആൾക്കാരൊക്കെ ഒന്നുകിൽ യവനന്മാരായിരിക്കും അല്ലെങ്കിൽ മ്ലേച്ഛന്മാരായിരിക്കും. പക്ഷെ അത് അല്ല ക്രൈറ്റീരിയ വൈഷ്ണവന്റെ. ഭക്തനാണോ അല്ലേ, അതാണ് ക്രൈറ്റീരിയ. ജനനം എവിടെ ആയിക്കോട്ടെ. ഇപ്പോ പ്രഹ്ലാദ് മഹാരാജ് ജനിച്ചത് അസുര കുടുംബത്തിലാണ്, നല്ലൊരു ഭക്തനായില്ലേ? അപ്പൊ ചൈതന്യ മഹാപ്രഭു പറയുന്നത്, അതായത് ഞാൻ സന്യാസിയല്ല, ഞാൻ വാനപ്രസ്ഥനല്ല, ഞാൻ വ്യാസനല്ല, ഞാൻ ബ്രഹ്മചാരിയല്ല, ഞാൻ ബ്രാഹ്മണനല്ല, ക്ഷത്രിയനല്ല, വൈശ്യനല്ല, ശൂദ്രനല്ല. ഞാൻ എന്താണ്, എന്റെ ഐഡന്റിറ്റി എന്താണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്? ഗോപീർ ഭർത്തൃ പദകമലയോർ ദാസ ദാസാനുദാസൻ. ഇതാണ് എന്റെ ഐഡന്റിറ്റി. ഐ ആം ദ ഹസ്ബൻഡ് ഓഫ് ദ ഗോപീസ് ഓഫ് കൃഷ്ണ. ദാസാനുദാസ, അവരുടെ ദാസാനുദാസ എന്ന് പറയുന്നത്. ഗോപി ഭർത്തൃ കമല, അതായത് ഭഗവാന്റെ ദാസാനുദാസാനുദാസൻ. അതായിരിക്കും നമ്മുടെ. അല്ലാണ്ട് മറ്റുള്ള എക്സ്റ്റേണൽ ക്രൈറ്റീരിയ, ഡിവോട്ടി കാണാൻ ഭംഗിയില്ല, കറുത്തതാണ്, ഒരു മ്ലേച്ഛ ദേശത്ത് നിന്ന് വരുന്നതാണ്, യവന ദേശത്ത് നിന്ന് വരുന്നതാണ്, ഓക്കെ, അല്ലെങ്കിൽ കോംപ്ലക്ഷൻ കളറ്, ഡിഫോം ബോഡി, എന്തെങ്കിലും ഹാൻഡിക്യാപ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിസീസ് ഓർ ഇൻഫേം ബോഡി. ഇതല്ല ഒരു വൈഷ്ണവന്റെ ക്രൈറ്റീരിയ എന്ന് മനസ്സിലാക്കുക. ഭക്തനാണോ, ഏത് പരമ്പരയിലാണ് വരുന്ന, ഏത് സമ്പ്രദായമാണ്, എന്താണ് ഫോളോ ചെയ്യുന്നത്, ദാറ്റ് ഈസ് എ ക്രൈറ്റീരിയ. ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും ആഗ്രഹങ്ങൾ അദ്ദേഹത്തിനുണ്ടോ, അജണ്ട പിന്നിലുണ്ടോ, ഇതൊക്കെ നോക്കണ്ടേ. അപ്പൊ ആർക്കും ഭക്തനാവാം. ഇന്ന ദേശത്തിൽ ജനിച്ചു എന്ന കാര്യം കൊണ്ട് നമ്മൾ ഭക്തനാവാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു അമേരിക്കൻ ആണെങ്കിൽ, യൂറോപ്യൻ ആണ്, അല്ലെങ്കിൽ ഒരു മറ്റുള്ള ഏതെങ്കിലും മതത്തിൽ ജനിച്ചു, പക്ഷെ ഇപ്പൊ ഒരു ഭക്തനാണെങ്കിൽ വി ഷുഡ് ഫോളോ, ദേ ആർ ഫോളോയിങ് ദ റൈറ്റ് പരമ്പര. പല ആൾക്കാരും ചോദിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ഗുരു ഒരു അമേരിക്കനാണ്, അല്ലെങ്കിൽ ഒരു ബ്രിട്ടീഷുകാരനാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദേശക്കാരന്, എന്താ ഇവിടെ ഇന്ത്യയിലെ ഗുരുവിനൊന്നും കിട്ടിയില്ലേ, ഗുരു ജനങ്ങളൊന്നും ഇല്ലേ ഇവിടെ? അപ്പോ അതൊരു തെറ്റായ പ്രവണതയാണ്. ഗുരു ആവണമെങ്കിൽ ഇന്ത്യയിൽ തന്നെ ജനിക്കണമെന്ന് ആരും നിർബന്ധമില്ല. ഉണ്ടോ? ഇല്ല. സോ ആർക്കും ഭക്തി മാർഗത്തില് ഗുരുവിന്റെ സ്ഥാനത്തിലേക്ക് എത്താൻ പറ്റും എന്നാണ് ചൈതന്യ മഹാപ്രഭു അല്ലെ? ചൈതന്യ മഹാപ്രഭു അല്ലേ കാണിച്ചിരിക്കുന്നത്. എത്രയോ ആൾക്കാര് ഈവൻ മുസ്ലിംസും ആയിട്ടുണ്ട്. അന്ന് പിന്നെ ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നില്ല അവിടെ. ഇഷ്ടം പോലെ ചൈതന്യ മഹാപ്രഭുവിന്റെ ഡിസൈപ്പിൾസ് ആയിട്ടുണ്ട്. അന്യമതസ്ഥര്, മ്ലേച്ഛൻ, അവര് യവനന്മാരാണ്. അവരും ആക്കിയില്ലേ, ചൈതന്യ മഹാപ്രഭുവിന്റെ ഡിസൈപ്പിൾസ് ആയില്ലേ, ഫോളോവേഴ്സ് ആയില്ലേ? അപ്പൊ എന്തുകൊണ്ട് സംഭവിക്കൂടെ? അവരൊക്കെ എന്തിനു ഉദാഹരണം, നമ്മുടെ നാമാചാര്യ ഹരിദാസ് ഠാക്കൂർ, യവന ഫാമിലി അല്ലേ? അദ്ദേഹത്തിന് ചൈതന്യ മഹാപ്രഭു എന്ത് ടൈറ്റിലാണ് കൊടുക്കും? നാമാചാര്യ. ചൈതന്യ മഹാപ്രഭു സ്വയം അദ്ദേഹത്തിന്റെ ജീവൻ പഠിച്ച ശേഷം, തിരുവാഭത്തിന് ശേഷം സ്വയം മടിയിൽ കടത്തിയിട്ടാണ് ഡാൻസ് ചെയ്യുന്നത്. കയ്യിൽ പിടിച്ചിട്ട്, മടിയിൽ കടത്തി കയ്യിൽ പിടിച്ചിട്ട് ഡാൻസ് ചെയ്തു ചൈതന്യ മഹാപ്രഭു. സ്വന്തം എല്ലാ വീട്ടിലും പോയി പൈസ പിരിച്ച് ഫെസ്റ്റിവൽ, ആ തിരോഭാവം ആഘോഷിച്ച എല്ലാവർക്കും പ്രസാദം വിതരണം ചെയ്തു. ചൈതന്യ മഹാപ്രഭു സ്വയം ഇനിഷ്യേറ്റീവ്, സ്വയം ഭഗവാൻ. അപ്പൊ നമ്മള് അത് മനസ്സിലാക്കണം. ഇതൊക്കെയാണ് സഹജീയ ബ്രാഹ്മണന്മാര്, സഹജീയൻ ആയിട്ടുള്ള ആൾക്കാര് ഇതിനൊക്കെ എതിർക്കും. അങ്ങനെയാണെങ്കിൽ ചൈതന്യ മഹാപ്രഭു ചെയ്യുമായിരുന്നില്ല. ഒരു യവന കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ഒരാളെ നാമാചാരനാക്കണമെന്നുണ്ടെങ്കിൽ, ഓക്കെ, അതായത് ഡീൻ ഓഫ് ദ ഫാക്കൽറ്റി ഓഫ് ഹോളി നെയിം, നാമാചാര്യൻ. അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഒരാൾ പറഞ്ഞാണ്, എന്താണ്? ഡീൻ ഓഫ് ദ ഫാക്കൽറ്റി ഓഫ് ഹോളി നെയിം. ആ സ്ഥാനത്തേക്ക് നാമാചാര്യനെ ഉയർത്തി. So in other words, one should overlook all bodily defects of bad appearance
low birth, low education, etc. Any Vaishnava serving the Lord should be considered Kavi. Any Vaishnava. It is stated in the Shastras that it is a hellish mentality to consider a Vaishnava to be born of a certain caste or creed, or to consider the same to be an ordinary person. അതൊരു ഹെലിഷ് മെന്റാലിറ്റി, ഒരു അപരാധമാണ്. വൈഷ്ണവനോട് കാണിക്കുന്ന വലിയൊരു കൊടും അപരാധമായിരിക്കും അവരെ തരംതിരിച്ച് കാണുന്നത്. കാസ്റ്റിന്റെ, അല്ലെങ്കിൽ കളറിന്റെ, അല്ലെങ്കിൽ കുലത്തിന്റെ, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളൊരു വൈഷ്ണവ കാണുന്നത് ഹെലിഷ് മെന്റാലിറ്റി ആണെന്ന് പറയുന്നു. ബോഡി ഓഫ് എ വൈഷ്ണവ ഈസ് എ ടെമ്പിൾ. The body of a Vaishnava is to be seen as a temple of Vishnu. Therefore, while offering obeisances to a Vaishnava, we should remember that we are also offering obeisance to Lord Vishnu within the heart. അപ്പോൾ നമ്മളൊരു വൈഷ്ണവനെ പ്രണാമം ചെയ്യുമ്പോൾ ആ വൈഷ്ണവന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുള്ള വിഷ്ണു ഭഗവാനെയും നമ്മൾ പ്രണാമം ചെയ്യണം. അതുകൊണ്ട് വിഷ്ണു അവിടെ കുടികൊള്ളുന്നതുകൊണ്ട് ആ വൈഷ്ണവന്റെ ശരീരം ഒരു ടെമ്പിളാണ്. Mercy of Vaishnavas is necessary. One should not begin any significant venture in one's life without first receiving the blessings of Vaishnava. നമ്മൾ എന്തൊരു നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മളെപ്പോഴും വൈഷ്ണവന്മാരുടെ ആ ഒരു ബ്ലെസ്സിങ്സ് നമ്മൾ സീക്ക് ചെയ്യണം. നമ്മളെപ്പോഴും അവരെ ചെന്നിട്ട് ബ്ലെസ്സിങ്സ് ആഗ്രഹിക്കണം. എന്നാൽ മാത്രമേ അതിന് നമുക്കൊരു പുരോഗതി അല്ലെങ്കിൽ നമ്മുടെ ആ കാര്യം സാധിക്കും. കാരണം അവരുടെ ബ്ലെസ്സിങ്സ് കൊണ്ട് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കും. ചൈതന്യ മഹാപ്രഭു അല്ലേ, കഥാഞ്ചന സ്മൃതി യസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മരേത് വിപരീത സ്യാത് ചൈതന്യ നമാമി തമ്മിൽ. അതായത് കഥാഞ്ചന സ്മൃതി യസ്മിൻ ദുഷ്കരം സുഖരം ഭവേത്. അതായത് ചൈതന്യ മഹാപ്രഭു നമ്മൾ എപ്പോ ഓർക്കുന്നു, നമ്മളുടെ ദുഷ്കരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ ഈസി ആയിട്ട് നടക്കും, സുഖകരമാവും. എത്ര തന്നെ ബുദ്ധിമുട്ട്, എത്ര ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങളായാലും ചൈതന്യ മഹാപ്രഭുവിനെ നമ്മൾ സ്മരിക്കുകയാണെങ്കിൽ അതെല്ലാം വളരെ ഈസി ആയിട്ട്, വളരെ സരളമായിട്ട് മാറും, സുഖകരമായിട്ട് മാറും. വിസ്മരേത് വിപരീതസ്യ, അത് നമ്മൾ മറക്കുകയാണെങ്കിൽ അതിന് വിപരീതം സംഭവിക്കും. ഈവൻ സുഖകരമായിട്ടുള്ള കാര്യങ്ങൾ ദുഷ്കരമായിട്ട് മാറും എന്ന് പറയുന്നത്. ചൈതന്യ നമാമിത, ആ ചൈതന്യ മഹാപ്രഭുവിനെ നമിക്കുന്നു എന്ന് പറഞ്ഞു കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ചൈതന്യ ചരിതാമൃതത്തിൽ പറയും. അതേപോലെ വൈഷ്ണവന്മാരും ഭഗവാൻ പറയുന്നില്ലേ ഇതില് 15ാമത്തെ കാൻറ്റോയില്, അതായത് നമ്മളുടെ വൈകുണ്ഠ പ്രിയദർശനം എന്നാണ്. വൈകുണ്ഠ പ്രിയദർശനം വൈകുണ്ഠനാഥന്റെ ഭക്തന്മാരെ ദർശിക്കുന്നത് ഭഗവാനെ ദർശിച്ചതിനേക്കാളും കൂടുതൽ എഫക്റ്റീവാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാനെയും ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാരുടെയും ബ്ലെസ്സിങ്സ്, അനുഗ്രഹം നമ്മൾ എപ്പോഴും മേടിക്കാൻ നോക്കും. One must always feel oneself dependent on the mercy of the Vaishnavas. Loving exchanges between the Vaishnavas. രൂപ ഗോസ്വാമിയുടെ നെക്ടർ ഓഫ് ഇൻസ്ട്രക്ഷൻ നിങ്ങൾ വായിച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. 6 തരത്തിലുള്ള ലവിങ് എക്സ്ചേഞ്ച് ആണ് വൈഷ്ണവന്മാരുടെ ഉണ്ടാവും. എന്താണ്? ഓഫറിംഗ് ഗിഫ്റ്റ്സ് ഇൻ ചാരിറ്റി, റിസീവിംഗ് ഗിഫ്റ്റ്സ് ഇൻ ചാരിറ്റി, റിവീലിംഗ് വൺസ് മൈൻഡ് ഇൻ കോൺഫിഡൻസ്, ഇൻക്വയറിംഗ് കോൺഫിഡൻഷ്യലി, അക്സെപ്റ്റിംഗ് പ്രസാദം, ഓഫറിംഗ് പ്രോഗ്രാം. അപ്പം നമ്മൾ പരസ്പരം വൈഷ്ണവന്മാരെ കാണുമ്പോൾ, എന്തെങ്കിലും ഒക്കേഷൻ വരുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യും. അതൊരു സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ്. റിസീവിങ്, അപ്പോൾ ഓഫറിങ് ആൻഡ് റിസീവിങ്, കൊടുക്കലും വാങ്ങലുണ്ടായിരിക്കും. എന്തെങ്കിലും ഒക്കേഷൻ വരുമ്പോഴോ അങ്ങനെയൊക്കെ തീർച്ചയായിട്ടും ദാറ്റ്സ് ഒരു എന്താണ്, ലവിങ് എക്സ്ചേഞ്ച് ആണ്. നമ്മുടെ സ്നേഹത്തിന്റെ ഒരു അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് പരസ്പരം. റിവീലിംഗ് വൺസ് മൈൻഡ് ഇൻ കോൺഫിഡൻസ്, എല്ലാവരോടും നമ്മളുടെ മൈൻഡ്, നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റില്ല. നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് ഡിവോട്ടീസ് ഉണ്ടായിരിക്കും, നമ്മളെ മെന്റർ ചെയ്യുന്ന, നമ്മളെ കൗൺസിലർഷിപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന ഗൈഡൻസ് തരുന്ന, അങ്ങനെയുള്ള കുറച്ച് ഡിവോട്ടീസ് ആകും ക്ലോസ് ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും കോൺഫിഡൻസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയണോ സംസാരിക്കണോ ഉണ്ടെങ്കിൽ അത് നമുക്ക് അങ്ങനത്തെ ഒരു വൈഷ്ണവനോട് പറയാം.
എല്ലാവരോടും കൊട്ടിഘോഷിക്കേണ്ട ആവശ്യമില്ല. അത് ചെയ്യാനും പാടില്ല. നമുക്ക് എന്തെങ്കിലും പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കണം, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അതെന്ന് എങ്ങനെ പുറത്തു വരാം, എങ്ങനെ മറ്റൊരു വൈഷ്ണവന് നമ്മളെ സഹായിക്കാൻ പറ്റുമെങ്കിൽ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് നമ്മുടെ മനസ്സ് തുറന്നു കാണിക്കാം. കാരണം വെച്ചാൽ നമുക്കറിയാം ഈ വൈഷ്ണവൻ ആ തലത്തിലാണ്. അതുകൊണ്ട് നമ്മളുടെ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും വരില്ല എന്നുള്ള ഉറപ്പ് വരുത്തിക്കും. ഇൻക്വയറിങ് കോൺഫിഡൻഷ്യൽ. അതേപോലെ നമ്മുടെ മനസ്സ് തുറക്കുക. പിന്നെ അവരെ പറ്റിയിട്ടും ആ കോൺഫിഡൻഷ്യാലിറ്റിയോടുകൂടി നമുക്ക് അന്വേഷിക്കാം. അക്സെപ്റ്റിംഗ് പ്രസാദം, ഓഫറിംഗ് പ്രസാദം. ഒരു വൈഷ്ണവന്റെ വീട്ടിൽ പോകുമ്പോൾ നമുക്ക് പ്രസാദം സ്വീകരിക്കാം. അവർ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് പ്രസാദം ഓഫർ ചെയ്യാം. ഇതാണ് 6 ലവിങ് എക്സ്ചേഞ്ചസ് രൂപ ഗോസ്വാമി നെക്ടർ ഇൻസ്ട്രക്ഷനിൽ പറയുന്നത്. സോ വെൻ വൺ കംസ് ടു ദ ടെമ്പിൾ വൺ ഷുഡ് അക്സെപ്റ്റ് പ്രസാദം ഫ്രം വൈഷ്ണവ്സ്. ടെമ്പിളിൽ വരുമ്പോഴും വൈഷ്ണവന്മാരിൽ നിന്ന് നമുക്ക് പ്രസാദം സ്വീകരിക്കാം. For Grahasthas, it is their duty to invite the Vaishnavas to their homes to offer prasadam. ഗ്രഹസ്ഥന്മാരുടെ ഡ്യൂട്ടിയാണ് എസ്പെഷ്യലി വൈഷ്ണവന്മാരെ, ബ്രഹ്മചാരികളെ, സന്യാസികളെ അവരൊക്കെ വീട്ടിലേക്ക് വരുത്തി ആദരവോട് കൂടിയിട്ട് അവർക്ക് പ്രസാദം ഓഫർ ചെയ്യുന്നത് ഗ്രഹസ്ഥന്മാരുടെ ഡ്യൂട്ടിയാണ്. The most precious gift we can give or receive is the gift of Krishna consciousness, Krishna Katha. ഏറ്റവും ഉയർന്ന നിലത്തിലുള്ള ഗിഫ്റ്റ് എന്താണ്? ഗീവ് ഓർ റിസീവ്, കൊടുക്കുക അല്ലെങ്കിൽ മേടിക്കുക. കൃഷ്ണ കഥ, the transcendent knowledge of Krishna consciousness. Grahasthas staying outside the temple should try to call devotees of renounced order of preaching at their homes. ഗ്രഹസ്ഥന്മാരെ പുറമെ, ടെമ്പിളിന് പുറമെ താമസിക്കുന്നതാണെങ്കിൽ, ബ്രഹ്മചാരികൾക്ക് ടെമ്പിളിന്റെ കോമ്പൗണ്ടിലൊക്കെ താമസിക്കുന്നതാണെങ്കിൽ അവര് എന്ത് ചെയ്യണം? ഷുഡ് ട്രൈ ടു കോൾ ഡിവോട്ടീസ് ഓഫ് റിനൗൺസ് ഓർഡർ, സന്യാസി വര്യന്മാരെ, സീനിയർ ഡിവോട്ടീസ് അവരെ വീട്ടിലേക്ക് വിളിക്കണം. എന്തിനാണ്? പ്രീച്ചിങ്ങിന് വേണ്ടിയിട്ട്. ആ വീടും അവരുടെ ആ ഒരു കോൺഷ്യസ്നെസ്സിന്റെ ഉദാഹരണത്തിന് വേണ്ടിയിട്ട്. എല്ലാവർക്കും ചിലപ്പോൾ ടെമ്പിളിൽ വരാൻ പറ്റിയെന്ന് വരില്ല അല്ലേ? അപ്പൊ അതുകൊണ്ട് അവരെ വീട്ടിലേക്ക് വരിച്ച് നമുക്ക് കൃഷ്ണകഥ കാര്യങ്ങളൊക്കെ നടത്തിക്കാം. ഡീലിംഗ് വിത്ത് നോൺ ഡിവോട്ടീസ്, one should not allow non-devotees to touch our feet. But if they insist on doing it and there is no other way to avoid it, one can simply remember the predecessor acharyas and spiritual master and accept them and return the namaskara with folded hands. കഴിയുന്നതും നോൺ ഡിവോട്ടീസിനെ നമ്മളുടെ പാദങ്ങൾ സ്പർശിക്കാൻ അനുവദിക്കരുത്. കാരണം നമ്മുടെ പാദങ്ങൾ സ്പർശിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അപ്പൊ അവരുടെ ഉത്തരവാദികളായി, നമ്മൾ റെസ്പോൺസിബിൾ ഫോർ ദെയർ ആക്ഷൻസ്. അവരുടെ പാപകർമ്മങ്ങളും നമ്മൾ ഏറ്റെടുക്കേണ്ടത് ഒരു വളരെ സട്ടിലായിട്ട് കാര്യമാണത്. അതുകൊണ്ട് എസ്പെഷ്യലി സന്യാസി വര്യന്മാരെ തൻ്റെ ശിഷ്യന്മാരല്ലെങ്കിൽ അവർ സമ്മതിക്കില്ല, തൊടാൻ പാടില്ല. പിന്നെ പല വേറെ റീസൺസും ഉണ്ട്. മാതേജിമാർക്ക് ഒരിക്കലും സന്യാസി വര്യന്മാരുടെ പാദങ്ങൾ സ്പർശിക്കാൻ പാടില്ല. അവര് ദൂരത്തുനിന്ന് നമസ്കരിക്കുക, അവർക്ക് പാദം സ്പർശിക്കാൻ പാടില്ല. അപ്പൊ ഇതൊക്കെ സൂക്ഷിക്കണം. ആചാര്യ, സ്പിരിച്വൽ മാസ്റ്റർ, അക്സെപ്റ്റ്. അങ്ങനെ തന്നെ അഥവാ നമ്മുടെ ഉടനെ നമ്മുടെ സ്മരിക്കാൻ നമ്മുടെ ഗുരു മഹാരാജാവിനെ അല്ലെങ്കിൽ ആചാര്യന്മാരെ. ലെറ്റ് us give that to them and they will take care of them. Accept them and return. നമ്മൾ തിരിച്ച് ഫോൾഡഡ് ഹാൻഡ്സ് കൊണ്ട് നമസ്കാരം കൊടുക്കുക. 2 categories of non-devotees. Non-devoteesൽ 2 കാറ്റഗറി ഉണ്ട്. ആരൊക്കെയാണ് നോക്കാം. To the innocent, we should be the well-wisher. With respect, we should try to enlighten them and give them association for spiritual master. അപ്പോൾ നിഷ്കളങ്കരായിട്ടുള്ള അഭ്യുതകാംക്ഷികൾ ഉണ്ടായിരിക്കും. അവരെ റെസ്പെക്ട് ചെയ്യണം. ഇന്നസെന്റ് ആണ്, അവർക്ക് അറിയില്ല, ഇഗ്നോറൻ്റ് ആണ്. നമ്മളൊക്കെ അവർക്ക് കൃഷ്ണാവബോധം കൊടുക്കണം, അസോസിയേഷൻ കൊടുക്കണം. ആരുടെ? നമ്മുടെ സ്പിരിച്വൽ മാസ്റ്റർ. നമ്മൾ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല, ഓ ഞാനാണ് എല്ലാം, എന്നെ സമീപിച്ചാൽ മതി, പോരാ. നമ്മളെന്താണ്? നമ്മളുടെ ഗുരുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ദിസ് ഡിവോട്ടി ചാൻഡിങ് തുടങ്ങിയിട്ടുണ്ട്, നോൺ വെജിറ്റേറിയൻ നിർത്തി. ഹി ഓർ ഷീ ഈസ് ട്രൈങ് ടു അഡ്വാൻസ് ഇൻ കൃഷ്ണ. പ്ലീസ് ബ്ലെസ് ഗുരു മഹാരാജ് സോ ദാറ്റ് he or she will also be initiated and follow the right path. അങ്ങനെ പറഞ്ഞ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. പുതിയ ഡിവോട്ടീസ് വരുമ്പോൾ നമ്മളത് നമുക്ക് വേണ്ടിയിട്ട് വെക്കുകയല്ല ചെയ്യുക. അത് എൻ്റെ ഡിസൈപ്പിൾസ് ആണ്, എൻ്റെ ഫോളോവേഴ്സ് ആണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല.
അതാണ് അവിടെ പറയുന്നത്. Give them the association of our spiritual master. But we should not take their association by engaging in activities that give them pleasure in life, that is in material activities. അപ്പോൾ കഴിയുന്നതും നമ്മളാൽ ഭൗതിക തലത്തിലുള്ള സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുന്ന കാര്യങ്ങളിൽ അവരെ ഏർപ്പെടുത്താൻ പാടില്ല. ആസ് റിഗാർഡ്സ് ദ ഏത്തിസ്റ്റ് എന്നെ രണ്ടാമത്തെ കാറ്റഗറി, അത് നിരീശ്വരവാദികൾ, നാസ്തികന്മാർ, നാസ്തിക്, നാസ്തിക് പറഞ്ഞ ബിലീവേഴ്സ്, നാസ്തിക് പറഞ്ഞ നോൺ ബിലീവേഴ്സ്. വി ഷുഡ് അവോയ്ഡ് ദം. നമ്മൾ ടോട്ടലി അവരെ അവോയ്ഡ് ചെയ്യണം. കാരണം നമ്മുടെ സമയം വേസ്റ്റാണ്, ടൈം വേസ്റ്റ്, എനർജി വേസ്റ്റ്, എല്ലാം വേസ്റ്റ്. അവരോട് നമ്മൾ ഇടപെടുന്നത്, നമ്മൾ ആർഗ്യുവിനും പോണ്ട, അവരെ കൃഷ്ണ കോൺഷ്യസ് ആക്കാനും പോണ്ട. കാരണം നമുക്ക് പറ്റില്ല. ഇറ്റ്സ് നോട്ട് അവർ കപ്പ് ഓഫ് ടീ. അത് ഭഗവാൻ തന്നെ അല്ലെങ്കിൽ ശുദ്ധ ഭക്തന്മാർ വിചാരിച്ചാലേ നടക്കുള്ളൂ. അതുകൊണ്ട് നമ്മളുടെ ആ ഒരു പൊസിഷനെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട്, സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, ബെറ്റർ ടു ബി അവേ ഫ്രം എത്തിസ്റ്റിക് മെന്റാലിറ്റി പീപ്പിൾ. We may, however, preach if they are willing to submissively hear from us. അപ്പൊ അവർക്ക് റിസപ്റ്റീവ് ആണെങ്കിൽ നമുക്ക് അവരോട് പ്രീച്ച് ചെയ്യാൻ പറ്റും. റിസപ്റ്റീവ് ആണ്, അല്ലാന്ന് തോന്നുകയാണെങ്കിൽ ബെറ്റർ ലീവ് ദ പ്ലേസ്. റിസപ്റ്റീവ് അല്ലെങ്കിൽ ഗ്രീറ്റിംഗ് നോൺ ഡിവോട്ടീസ്. If the non-devotee is a friend, we can say Hare Krishna and with folded hands touch our forehead. Non-devotees a friend ആണെങ്കിലും നമുക്ക് ഹരേ കൃഷ്ണ പറയാം, എന്നിട്ട് touch our forehead. If the non-devotee is a superior relative, then we should chant Hare Krishna and bow down to him. Non-devotee ആണ്, നമ്മുടെ superior ആണ് റിലേഷൻഷിപ്പിൽ, we should chant Hare Krishna, പിന്നെ നമ്മൾ bow down to him or her. If one encounters a person who is criticizing Guru, Vaishnavas or Shastra, one must either soundly defeat him in argument or leave the place immediately. എന്താണ് പറയുന്നത്? ശാസ്ത്രം പറയുന്നത് അങ്ങനെ നമ്മുടെ ഗുരുവിനെ, സമ്പ്രദായത്തിനെ, വൈഷ്ണവന്മാരെ, ശാസ്ത്രത്തിനെ അവര് തരം താഴ്ത്തി കാണുകയാണെങ്കിൽ, അവർ പരിഹസിക്കുകയാണെങ്കിൽ, നമ്മൾ വാദിച്ചിട്ട് അവരെ ഡിഫീറ്റ് ചെയ്യണം. അതിനുള്ള കഴിവില്ലെങ്കിൽ എന്ത് ചെയ്യണം? Don't pick up argument. അവിടുന്ന് സ്ഥലം വിടുക. Leave the place immediately. Hearing such offenses is one of the greatest obstacles to one's spiritual advance. അങ്ങനെ ശാസ്ത്രത്തിനെയോ വൈഷ്ണവന്മാരെയോ ഗുരുജനങ്ങളെയോ അവര് എന്താ പറയാ, TC ആണ്, ടോണ്ടി ആണ്, അല്ലെങ്കിൽ പരിഹസിക്കുകയാണെങ്കിൽ അത് കേൾക്കുന്നത് തന്നെ നമ്മുടെ ആ ആധ്യാത്മിക ഉന്നമനത്തിനൊരു തടസ്സമായിട്ട് മാറും എന്നാണ് പറയുന്നത്. 7, Appendix 7. A reception of guests, Atithi Seva, in the temple or at home. The Sanskrit word Atithi means not scheduled. അതായത് അപ്പോയിൻമെന്റ് എടുക്കാതെ പെട്ടെന്ന് വരുന്ന ആൾക്കാരെ, മുൻകൂട്ടി വിവരം അറിയിക്കാതെ വരുന്ന ആൾക്കാരെ തിഥി പറഞ്ഞ ഡേറ്റ്, അതിഥി വിത്തൗട്ട് ടേക്കിംഗ് എ ഡേറ്റ്, വിത്തൗട്ട് ടെല്ലിംഗ് എ ഡേറ്റ്, ഐ എം കമ്മിങ് ഓൺ സോ ആൻഡ് സോ ഡേറ്റ്. Athithi. An unscheduled or unexpected guest is considered a representative of the Supreme Lord, since his arriving unannounced is just what the Lord might do to test his devotee, to see how ready he is to serve him in any situation. ഇപ്പൊ ഭഗവാന്റെ ടെസ്റ്റിംഗ് ആണ്, പറയാണ്ട് വരുന്ന അങ്ങനത്തെ അതിഥികളെ നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ, നമ്മൾ എങ്ങനെയാണ് പെരുമാറുക. അങ്ങനത്തെ ഒരാൾ വീട്ടിൽ വരുമ്പോ നമ്മളുടെ കണ്ടീഷൻ എന്താണെന്ന് അവർക്ക് മനസ്സിലാവും, അവരിലൂടെ ഭഗവാൻ മനസ്സിലാവും. നമ്മളെ ടെസ്റ്റ് ചെയ്യാനാണ് അങ്ങനത്തെ ഡിവോട്ടിയൊക്കെ പറയാണ്ട് വരുന്നത്. സോ വി ഷുഡ് ബി കെയർഫുൾ. നമ്മൾ ദേഷ്യപ്പെടാൻ പാടില്ല. എന്തേ പറഞ്ഞു വന്നില്ല? അതിഥി എന്ന അർത്ഥം തന്നെ പറയാതെ വരുന്ന ആളാണ് അല്ലേ? സോ വിത്ത് ദിസ് അണ്ടർസ്റ്റാൻഡിങ് വൺ ഷുഡ് സെർവ് ദ ഗസ്റ്റ്. അപ്പൊ അങ്ങനെ ആയാലും കൂടി നമുക്ക് നമ്മളുടെ കഴിവിന്റെ പരമാവധി അവരെ സ്വീകരിക്കാൻ നമ്മൾ ശ്രമിക്കണം. The Lord's temple, whether open to the public or in one's home, should be a place where visitors can take part in temple activities as far as possible. നമ്മുടെ വീട്ടിലായാലും ശരി, ടെമ്പിളിലായാലും ശരി, വിസിറ്റേഴ്സിന് എന്തെങ്കിലും സേവ ഉണ്ടെങ്കിൽ അത് അവരും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കും. അവർക്കും അതിൻ്റെ ഒരു മേഴ്സി കിട്ടണം. അപ്പൊ അവർക്കും സേവ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സേവ കൊടുക്കണം. In the International Society for Krishna Consciousness,
the proper reception of guests is very important since the society's preaching mission. നമ്മുടെ എന്താണ് preaching mission ആണ്. അപ്പോൾ ശരിക്കും നമ്മൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ റിസീവ് ചെയ്തില്ലെങ്കിൽ they will not come anymore. അപ്പോൾ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡിവോട്ടി കെയർ ആൻഡ് വൈഷ്ണവ സേവ. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇസ്കോണിൽ. Proper reception of a guest can make the difference between a person coming once to the temple and never returning, or becoming a regular visitor and ultimately becoming a devotee of Krishna. അപ്പോൾ ഇതിൻ്റെ എന്താണ് വ്യത്യാസം? നമ്മുടെ നന്നായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും വരും, അല്ലെങ്കിൽ they will never turn up. Regular visitors, invited guests, life members, visiting Vaishnavas, relatives of the Vaishnavas, all should be treated in such a way that they will feel comfortable, want to come again. നമ്മുടെ എല്ലാ തരത്തിലുള്ള വൈഷ്ണവന്മാരോടും വിസിറ്റേഴ്സ് എല്ലാ തരത്തിലുള്ള ആൾക്കാരോടും എങ്ങനെ നമ്മൾ പെരുമാറുന്നു അതിനനുസരിച്ചിരിക്കും അവരുടെ ആ ഒരു പ്രോഗ്രസ്സും അവർ പിന്നീട് വരുമോ വരില്ല തീരുമാനിക്കും. നമ്മളുടെ പെരുമാറ്റം അനുസരിച്ചിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എങ്ങനെ പെരുമാറണം, വീണ്ടും അവർക്ക് വരാനുള്ള ഒരു ആഗ്രഹം അവരിൽ ജനിപ്പിക്കണം. So every devotee should learn how to take care of guests, but temple devotees who regularly worship the deity should especially be expert in this matter, for they directly represent the proprietor of the temple. Even the most first-class opulent deity worship will fail to attract a guest if the temple residents neglect it. നമ്മുടെ വളരെ നന്നായിട്ട് ടെമ്പിൾ വർഷിപ്പും സേവാ കാര്യങ്ങളും ചെയ്തു, പക്ഷെ വരുന്ന അതിഥികളെ നമ്മൾ വേണ്ട പ്രകാരം ആദരിച്ചിട്ടില്ലെങ്കിൽ അവർ വരില്ല. നമ്മൾ നെഗ്ലക്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് തന്നെ ഉണ്ടായിട്ടും കാര്യമില്ല, അവർ വീണ്ടും ആ ടെമ്പിളിൽ വരില്ല. Proper reception of guests is the special duty of the grahastha. If the grahastha does not receive an unexpected guest warmly, no matter who he is, he commits a great sin. Not only grahasthas, however, but everyone in every ashrama and varna should properly receive. അപ്പോൾ അതിഥികൾക്ക് അത്രയും ഇമ്പോർട്ടൻസ് പ്രാധാന്യമുണ്ട്. നമ്മൾ ശരിക്ക് അവരെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അത് വലിയൊരു അപരാധമായിരിക്കും എന്നാണ് പറയുന്നത്. The main elements in receiving guests are the offering of proper respect and conveniences, including food and water, place to sit, kind words, any services for the comfort of the guest, such as bathing facilities and a place to rest. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ കഴിവിനനുസരിച്ചിട്ട് ഒരു വൈഷ്ണവൻ വീട്ടിൽ വരുമ്പോൾ നമ്മൾ ചോദിക്കണം, അതിനനുസരിച്ചിട്ട് അവർക്ക് ആവശ്യം അനുസരിച്ചിട്ട് കൊടുക്കാനും തയ്യാറായിരിക്കും. When the guest first arrives, you should go out to meet him, and when the visitor departs, you should accompany him at least out of the premises of the art. നമ്മൾ സാധാരണ ചെയ്യുന്നതാണ് അല്ലേ. നമ്മളൊരു ഗസ്റ്റ് വരാണ്, നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ബസ് സ്റ്റോപ്പിൽ പോകും, അല്ലെങ്കിൽ ഗേറ്റിൻ്റെ അവിടെ പോകും, അല്ലെങ്കിൽ ലിഫ്റ്റിൻ്റെ അവിടെ പോകും, അല്ലെങ്കിൽ താഴെ പോകും. ദിസ് ഈസ് an etiquette. നമ്മൾ ആ ഒരു ആദരവോടെ അവരെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അതേപോലെ പോകുന്ന സമയത്തും നമ്മൾ ആട് പോയ ഉടനെ വാതിലടയ്ക്കല്ല ചെയ്യും. പല വീടുകളിലും ആട് പുറത്തേക്ക് വന്നത് ഉടനെ വാതിലടയ്ക്കും. ഇറ്റ് ഈസ് വെരി ബാഡ് അല്ലേ. അപ്പോൾ പോയി നമ്മൾ കുറച്ച് ദൂരം അവരൊക്കെ നടന്നു പോയി. ഈവൻ നമ്മുടെ ശ്രീമദ് ഭാഗവതത്തില് അതുപോലെ രാമചന്ദ്ര ഭഗവാന്റെ ലീലകളൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട്. ഭാഗവതത്തിൽ ദ്വാരകയിലേക്ക് പോകുന്ന സമയത്ത് ഹസ്തിനപുരം എത്ര ദൂരമാണ് കൃഷ്ണന്റെ കൂടെ ആൾക്കാർ പോയത് അല്ലേ. എന്നിട്ട് സ്വയം കൃഷ്ണ ഭഗവാൻ പറഞ്ഞു, ഇനി നിങ്ങൾ തിരിച്ചു പോകും. പിന്നെ എൻട്രി ചെയ്യുന്ന സമയത്ത് ദ്വാരകയിലെ എത്ര ദൂരത്താണ് വന്ന് ഭഗവാൻ കൃഷ്ണനെ റിസീവ് ചെയ്ത്, എന്നിട്ട് അവിടെ നിന്ന് ആനയിച്ചു കൊടുക്കും. അപ്പൊ അതുകൊണ്ട് നമ്മളും തന്നെ അറ്റ്ലീസ്റ്റ് ആ ഒരു എറ്റിക്കേറ്റ് കാണിക്കണം. ഒരു എസ്പെഷ്യലി ഒരു വൈഷ്ണവ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ചെന്ന് താഴ്ന്ന് കാർന്ന് റിസീവ് ചെയ്ത് വരെ, അല്ലെങ്കിൽ ട്രെയിൻ സ്റ്റേഷനിൽ പോവേ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പുറത്തെത്തിയിട്ട് അവരെ കൂട്ടിക്കൊണ്ടുവരെ, ഇതൊക്കെ ഒരു മര്യാദയാണ്. പോകുന്ന സമയത്തും കൂടെ പോവുക, വാട്ട് എവർ എക്സ്റ്റെൻഡ് പോസിബിൾ. നമ്മളോട് പറയുന്നത് യു ഷുഡ് അക്കമ്പനി ഹിം അറ്റ്ലീസ്റ്റ് ഔട്ട് ഓഫ് ദ പ്രെമിസസ് ഓർ ദ യാർഡ്. അല്ലാണ്ട് പുറത്ത് പോയ ഉടനെ വാതിലടയ്ക്കുക. Offering simple or elaborate worship. For practical purposes, you may worship the guest with 2 articles, sandalwood paste and flowers or garlands, or a seat and water for washing. നമ്മുടെ വൈഷ്ണവന്മാർ വരുമ്പോൾ, സീനിയർ ഡിവോട്ടീസ് വരുമ്പോൾ, ആചാര്യന്മാർ വരുമ്പോൾ, സന്യാസി വര്യന്മാർ വരുമ്പോൾ
ബ്രഹ്മചാരി വരുമ്പോൾ അവർക്കൊക്കെ അറ്റ്ലീസ്റ്റ് കുറച്ച് വെള്ളം കാല് കഴുകാൻ വേണ്ടെങ്കിൽ ഒരു ടവല്, പിന്നെ ഈ സാൻഡൽവുഡ് പേസ്റ്റ്, ഫ്ലവർ ഗാർലൻഡ്. നമ്മൾ സാൻഡൽവുഡ് പേസ്റ്റ് പോയിട്ടുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് മാല ഇട്ടിട്ട് നമ്മൾ സ്വീകരിക്കാം. ആചാര്യന്മാർ വരാണ്, ഗുരു മഹാരാജ് വരുമ്പോൾ ആരത്തി ഒഴിഞ്ഞിട്ട് നമ്മൾ സ്വീകരിക്കണം. അപ്പൊ അവരുടെ ഓരോരുത്തരുടെ ആ സ്റ്റാറ്റസ് അനുസരിച്ച് അക്കോർഡിംഗ്ലി വി ഷുഡ് ഡീൽ. ഗിവിംഗ് ഗിഫ്റ്റ്സ് സച്ച് ആസ് ക്ലോത്ത്, ഗോൾഡ്, മണി ഓർ ഗ്രെയിൻസ്. അത് ഓരോരുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് നമുക്ക് ഗോൾഡ് കൊടുക്കാം, ക്ലോത്ത് കൊടുക്കാം, പൈസ കൊടുക്കാം, ഗ്രെയിൻസ് ഇതെല്ലാം കൊടുക്കാം. ഇപ്പൊ ടെമ്പിളിലേക്കാണ് അതൊക്കെ ഉപയോഗിക്കുക. അപ്പൊ നമുക്ക് ഒന്നുമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ചെറിയ ദക്ഷിണ, അവനവന്റെ കഴിവിനനുസരിച്ച് ചെറിയ ദക്ഷിണ രണ്ടിലൊപ്പായിട്ട് കൊടുക്കാം. ആചാര്യന്മാരും ഗുരുജനങ്ങളും ബ്രഹ്മചാരികൾക്ക് വരുമ്പോൾ അതൊക്കെ ഡിവോഷണൽ ആക്ടിവിറ്റീസിന് അവർ ഉപയോഗിക്കും. ഗ്രെയിൻസ് കൊടുക്കാം, വെജിറ്റബിൾ കൊടുക്കാം, ഫ്രൂട്ട്സ് കൊടുക്കാം, നമ്മൾ കൊണ്ടു കൊടുക്കാം. ഇതൊക്കെ ടെമ്പിളിൽ കൊണ്ടു കൊടുക്കുന്നില്ലേ, വീട്ടിൽ പോകുമ്പോൾ കൊണ്ടു കൊടുക്കുന്നില്ലേ, ഭഗവാന് ഓഫർ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നില്ലേ, ഇതൊക്കെ നമ്മൾ ദിസ് ആൾസോ എ ഗുഡ് എറ്റിക്കേറ്റ്. വൺ ഷുഡ് റെസ്പെക്ട് എൽഡേഴ്സ്, പാരൻസ് ആൻഡ് ടീച്ചേഴ്സ് by rising from a sitting position, identifying oneself and offering obeisance. Worship and gifts are reserved for the spiritual master. അപ്പോൾ നമ്മളുടെ എൽഡേഴ്സ് വരാണ്, പേരൻസ് വരാണ്, ടീച്ചേഴ്സ് വരാണ്. നമ്മുടെ വീട്ടിൽ കാലം കെട്ടി ഇരിക്കാനാ വേണ്ടത്. അവരൊക്കെ വരുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മളൊന്ന് എഴുന്നേറ്റ് അവരെ ആദരവോടുകൂടി റിസീവ് ചെയ്യണം. നമ്മൾ ഇഫ് റിക്വയർഡ് യു ഷുഡ് പേ ഒബേസൻസസ്. പിന്നെ ആരതി കാര്യങ്ങളൊക്കെ, ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ റിസർവ് ഫോർ ദി സ്പിരിച്വൽ മാസ്റ്റർ, എസ്പെഷ്യലി സ്പിരിച്വൽ മാസ്റ്റർ. ആ കേഡറിലുള്ള സന്യാസി വര്യന്മാരൊക്കെ വരുമ്പോൾ നമ്മൾ ആരതിയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. പ്രോപ്പർ ബിഹേവിയർ ആസ് എ ഗസ്റ്റ്. എ വൈഷ്ണവ ഗസ്റ്റ് ഷുഡ് ബിഹേവ് ഐഡിയലി whether his host is another Vaishnava or a well-wisher of Vaishnavas. What follows are a few commonly accepted points of etiquette for Vaishnava guests. അപ്പോൾ നമ്മളൊരു വീട്ടിൽ പോവാണ്, വൈഷ്ണവന്മാരായിരിക്കാം അല്ലെങ്കിൽ വെൽവിഷർ ആയിരിക്കാം. വൈഷ്ണവന്മാരെല്ലാവരും വൈഷ്ണവന്മാരുടെ വെൽവിഷർ ആയിരിക്കാം. അപ്പൊ അങ്ങനത്തെ കേസിൽ നമ്മൾ എങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ളത്. ഇഫ് യു ആർ എൻ ഇൻവൈറ്റഡ് ഗസ്റ്റ്, യു ഷുഡ് നോട്ട് ഓവർസ്റ്റേ യുവർ ഇൻവിറ്റേഷൻസ്. നമ്മൾ ക്ഷണിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം പോവാണ്, അപ്പൊ എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത് അത് പറയാം, ആ സമയത്ത് മാത്രം അവിടെ നിൽക്കാം. ഫോർ എക്സാമ്പിൾ, ഇഫ് ഇൻവൈറ്റഡ് ഫോർ എ മീൽ, you may rest a short time after the meal to aid your digestion, but do not burden your host by staying and conversing for several hours unless encouraged to do so. നമ്മൾ ഒരാള് പ്രസാദം വിളിച്ചിരിക്കുകയാണ്, പ്രസാദം കഴിഞ്ഞു ഒരു അരമണിക്കൂർ അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തു. അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് നമ്മളുടെ കൃഷ്ണകഥ കേൾക്കാനോ കാര്യങ്ങൾ അറിയാനോ, അപ്പൊ കുറച്ച് കൂടുതൽ നേരം. അതിന് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഉടനെ അപ്പൊ നമ്മൾ അവിടുന്ന് ലീവ് ചെയ്യണം. Do not bring your own guests on the strength of your invitation. നമ്മളിപ്പോൾ ഒരാളെ വിളിച്ചു, നമ്മൾ നമ്മുടെ കൂടെ 4-5 ആൾക്കാരെ കൊണ്ടുപോകാം. ദാറ്റ് ഈസ് നോട്ട് അഡ്വൈസബിൾ. You wish to invite other guests, ask your host permission. അങ്ങനെ നമ്മൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ആ ഹോസ്റ്റ് ആരാണോ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത് അവരോട് ഇൻഫോം ചെയ്താൽ അവരുടെ പെർമിഷനോട് കൂടി കൊണ്ടുപോകാൻ പാടുള്ളൂ. നമ്മൾ അപ്രതീക്ഷിതമായിട്ട് എന്നെ ഞാൻ ഒറ്റയ്ക്ക് വിളിച്ചു, പിന്നെ ഞാൻ എൻ്റെ കൂടെ 5-6 ആൾക്കാരെ കൊണ്ടുപോകുമ്പോൾ അവരാകെ അമ്പരക്കില്ലേ, അതിനുള്ള പ്രസാദം കരുതിയിട്ടുണ്ടാവില്ല, അല്ല അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് വി ഷുഡ് ബി കെയർഫുൾ. ഇഫ് യു ആർ പെർമിറ്റഡ് ടു യൂസ് എ ടെലിഫോൺ ഫാക്സ് മെഷീൻ, അന്ന് ഫാക്സ് ഒക്കെ ആയിരുന്നു, ഞാൻ ഇവിടെ ഫാക്സ് മെഷീൻ ഓർ അതർ സച്ച് ഫെസിലിറ്റീസ് ഓഫർ ടു പേ അക്രൂഡ് എക്സ്പെൻസസ്. നമ്മൾ മറ്റുള്ള വീട്ടിൽ പോയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ അതിന് വരുന്ന പൈസ നമ്മൾ ഓഫർ ചെയ്യണം. വി ഷുഡ് നോട്ട് ടേക്ക് അൺഡ്യൂ അഡ്വാൻറ്റേജ്, അതാണ് പറയുന്നത്. When planning to visit a friend or acquaintance uninvited, try to let your prospective host know when you will arrive and how long you intend to stay. നമ്മൾ വേറെ വീട്ടിലേക്ക് പോകണ്ടെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്യുന്നെങ്കിൽ അവരെ വിളിച്ചറിയിക്കണം, നേരത്തെ സമയത്ത് വരും, അരമണിക്കൂർ ഉണ്ടായിരിക്കും, 1 മണിക്കൂർ ഉണ്ടായിരിക്കും. So they will be ready to receive us. Unless you have been invited or have informed your host, try to avoid arriving at a temple or your host house at noon time or early afternoon, when both the deity and persons in general rest after lunch. അപ്പോൾ noon ടൈമോ ഏർലി ആഫ്റ്റർനൂണിലോ നമ്മൾ പോകാതിരിക്കാൻ. കാരണം ആ സമയത്ത് ഡേറ്റി റെസ്റ്റ് ചെയ്യുന്ന സമയമായിരിക്കും.
അതുകൊണ്ട് നമുക്ക് ദർശനം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. If you stay for some days at your host house, it is appropriate to give token gifts to the household residents as a gesture of gratitude. Procedure for reception of Vaishnavas. You should give great attention to receiving senior Vaishnavas, sannyasis, and especially your spiritual master. Before the Vaishnava guest arrives, his living quarters should be arranged, cleaned, and provided with necessities such as panchapatra, mirror, tilaka, towels, drinking water, and fresh bedding. ഒരു ഗുരു മഹാരാജ് നമ്മുടെ വീട്ടിലേക്ക് വരാണെങ്കിൽ ആ ഗുരു മഹാരാജിന് ആവശ്യമുള്ള എല്ലാ പാരഫെർനാലിയും നമ്മൾ അറേഞ്ച്, പഞ്ചപാത്ര ആചമനം ചെയ്യാണ്ട്, മിറർ തിലകിടാണ്ട്, തിലക, ടവല്, കുടിക്കാനുള്ള വെള്ളം, പിന്നെ ഫ്രഷ് വെഡിങ്, ഇതൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യണം, എസ്പെഷ്യലി നമ്മുടെ ഗുരു മഹാരാജ് വീട്ടിലേക്ക് വരുമ്പോൾ. ഇഫ് പോസിബിൾ, പ്രൊവൈഡ് എ സെറ്റ് ഓഫ് ശ്രീല പ്രഭുപാദാസ് ബുക്ക്. യു മേ ഓൾസോ പ്രൊവൈഡ് സം ഇൻസെൻസ്, an incense holder and matches. The guest quarters may also be decorated with flower vases, devotional pictures, and so on. Mostly temples related on. When a Vaishnava guest arrives, you should go out to greet him, preferably with a kirtana, garlands, and sandal paste, unless it is cold outside. You should offer obeisances, and kind words should direct the guest to a seat. If you are receiving your spiritual master, you should worship him at this time with his permission by offering him arati, offering flowers at his feet, and of paying obeisances. You should be prepared to offer the guest prasadam immediately, but you should first inquire whether the guest wishes to first bath or rest before accepting prasadam. നമുക്ക് അവർക്ക് കുളിക്കാനുള്ള, വന്നവണ്ണ് കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇത് കൊടുക്കണം. പ്രസാദം ആദ്യമാണോ അതോ കുളിച്ച ശേഷമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അത് പ്രകാരം നമ്മൾ അവർക്കുള്ള ആ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കും. When appropriate, you should introduce the guest to other residents of the temple or household and should inquire if there is some service you may render. വല്ല ഗസ്റ്റ് ഉണ്ടെങ്കിൽ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, വേറെ എന്തെങ്കിലും സർവീസ് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ചോദിക്കുക, അതൊക്കെ നമ്മൾ ചെയ്യണം. You may also ask the guest how long he intends to stay, taking care not to give the impression that you are looking forward to the person. Okay? അതായത് വന്ന ഉടനെ എപ്പോഴാ പോകുന്നത് ഇല്ലേ? നമ്മുടെ എന്താ പറയുക, പുറമേ നിന്നൊക്കെ ജോലി കഴിഞ്ഞ് ലീവിൽ വന്ന സമയത്ത് എപ്പോഴാ വന്ന്, ഇത്രാം തീയതി, എപ്പോഴാ പോണേ, അടുത്ത ചോദ്യം. അപ്പൊ നമുക്ക് എന്താ, നമ്മൾ പോകാണ്ട് അവർക്ക് അതിർത്തിയ നമ്മളെ കാട്ടുന്നു. അപ്പൊ അതേപോലെ നമ്മൾ ചോദിക്കാൻ പാടില്ല പിന്നെ. അപ്പൊ അറിയണമെന്നാണ്, അതായത് അവർക്ക് അതിനുള്ള സംവിധാനം ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല രീതിയിൽ എത്ര ദിവസം ഉണ്ടായിരിക്കും, എത്ര മാതാജി എത്ര ദിവസം ഉണ്ടായിരിക്കും, കാരണം അതിനുള്ള സേവനം ചെയ്യാനുള്ള ഗുരുക്കമാനത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, സാധാരണ എന്ന് വന്നു ഉടനെ നെക്സ്റ്റ് ചോദ്യം എപ്പോഴാ പോകണം. അപ്പൊ അതാണ് പറയുന്നത്, they should not feel that we are looking forward to his departure. Rather, you should encourage your guest to stay longer than he had planned. അപ്പൊ നമ്മളുടെ ഗസ്റ്റിനെ, ആ വൈഷ്ണവനെ, അദ്ദേഹം വിചാരിച്ചേക്കാളും കൂടുതൽ നിൽക്കാൻ നമ്മൾ എൻകറേജ് ചെയ്യണം എന്നാണ്. Part 5, sadhana. In the practice of Krishna consciousness, one has to accept and follow sincerely several regulative principles, both negative and positive. അതായത് ഡൂസ് ആൻഡ് ഡോൺസ്. കൃഷ്ണാകമബോധത്തില് നമ്മള് ഒരുപാട് യമനിയമങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. അതാണ് ബോത്ത് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്. നിയമം, ചെയ്യാൻ പാടുന്നത്, ചെയ്യാൻ പാടില്ലാത്തത്. Srila Rupa Goswami has listed 64 such regulative principles, 5 of which are considered most important. അപ്പൊ 64 ഡിവോഷണൽ ഐറ്റംസ് ശ്രീല രൂപ ഗോസ്വാമി നെക്ടർ ഓഫ് ഡിവോഷനിൽ തന്നിട്ടുണ്ട്. അതിൽ 5 വളരെ പൊട്ടന്റ് ആയിട്ടുള്ള, വളരെ പ്രധാനപ്പെട്ട, അത് വി മസ്റ്റ് ഫോളോ ഇറ്റ്. അതാണ് ഈ 5. ഇത് വർഷിപ്പിംഗ് ദ ഡെയ്റ്റി വർഷിപ്പ്, ഹിയറിംഗ് ശ്രീമദ് ഭാഗവതം, ഭാഗവത പഠനം, ശ്രവണം,
association with devotees, satsangam, chanting the holy name, namajapam, residing in a holy dham or worshipping Tulasi. Residing holy dhamil അല്ലെങ്കിൽ worshipping തുളസി ദേവി. ഇത് 5 എണ്ണം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കലി അതിലടങ്ങ്. ഈ മെയിൻ ആയിട്ടുള്ള 5 എസ്പെഷ്യലി കളികാലത്തിൽ വളരെ പൊട്ടൻ്റ് ആയിട്ടുള്ള ഈ 5 ഐറ്റംസ് നമുക്ക് ഫോളോ ചെയ്യുക. ജപ, chanting the holy name of the Lord is the single most important activity in the life of a devotee. നാമജപമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിവോട്ടിയുടെ. നാമജപമില്ലാണ്ട് നമുക്ക് പുരോഗതി ഉണ്ടാവില്ല ആധ്യാത്മിക തലത്തിൽ. Chanting japa is an essential process given by all the great acharyas for the purification of the heart. എല്ലാ ആചാര്യന്മാരും അതിന് ഇമ്പോർട്ടൻസ്, അതിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഏത് സമ്പ്രദായക്കോട്ടെ ചാൻഡിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കും. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് vow devotees take before the spiritual master at the time of ദീക്ഷ. ദീക്ഷയ്ക്ക് സമയത്ത് നമ്മൾ കൊടുക്കുന്ന ആദ്യത്തെ ഒരു പ്രതിജ്ഞയാണ്, ഒരു vow ആണ്. നമ്മൾ 16 റൗണ്ട് 16 മാല ഹരേ കൃഷ്ണ മഹാമന്ത്രം ഡെയിലി വിത്തൗട്ട് ഫെയിൽ ചെയ്യാം എന്നുള്ള ഒരു പ്രതിജ്ഞ വാം നമ്മൾ എടുക്കുന്നുണ്ട്. ഇറ്റ്സ് ആൻ അബ്സല്യൂട്ട് മസ്റ്റ് ഫോർ എവറി സീരിയസ് ഡ്യൂട്ടി. Srila Prabhupada says that 99% of our spiritual advancement comes from chanting holy name. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻ. നമ്മളുടെ എല്ലാ പുരോഗതിയും അഡ്വാൻസ്മെന്റും സ്പിരിച്വൽ അഡ്വാൻസ്മെന്റും എന്തിനെ ആശ്രയിച്ചിരിക്കും? നമ്മളുടെ ചാൻഡിങ്ങിന്. 99% ഓഫ് ദ സ്പിരിച്വൽ അഡ്വാൻസ്മെന്റ് നമ്മളുടെ ചാൻഡിങ്ങിന്, നമ്മളുടെ ക്വാളിറ്റി ചാൻഡിങ്ങിനനുസരിച്ചിരിക്കും, ഒഫൻസ്ലെസ് ചാൻഡിങ്ങിനനുസരിച്ചിരിക്കും. ബാക്കി 1% സപ്ലിമെന്റ് ആയിട്ടുള്ള ഡെയിറ്റി വർഷിപ്പും ധാംവാസും ഭാഗവത പാരായണം. അപ്പൊ നമ്മളുടെ എന്തിനാണ് ആശ്രയിച്ചിരിക്കുന്നത്? 99% പ്യുവർ ശുദ്ധനാമം. Okay. Thus, a devotee who sincerely and regularly chants at least 16 rounds every day, avoiding offenses, will make quick progress in Krishna. അപരാധമില്ലാണ്ട് 16 മാലകൾ ആർക്ക് ചൊല്ലാൻ പറ്റുക? അവരുടെ പുരോഗതി, അവരുടെ പ്രോഗ്രസ് വളരെ ഫാസ്റ്റ് ആയിരിക്കും. നമുക്കത് കാണും. പ്രത്യക്ഷമായിട്ട് നമ്മൾ പല ഡിവോട്ടീസിനും നമുക്കറിയാം അല്ലേ? വളരെ ചുരുക്ക സമയം കൊണ്ട് വളരെ പെട്ടെന്ന് അഡ്വാൻസ് സ്റ്റേജിലേക്ക് എത്തി ഒരുപാട് ഡിവോട്ടീസ്. കാരണം അവരുടെ നാമരുചി. 3 കാര്യങ്ങളാണ് നമുക്ക് ആധ്യാത്മിക തലത്തിൽ നമ്മളെ ഉയർത്താൻ സഹായിക്കുന്ന. അല്ലെങ്കിൽ നാമരുചി, വൈഷ്ണവ സേവ, ജീവദയ. നാമരുചി, വൈഷ്ണവ സേവ, ജീവദയ. ഈ 3 എണ്ണാണ് നമ്മളെ ആധ്യാത്മിക തലത്തിൽ നമ്മളുടെ സ്പിരിച്വൽ അഡ്വാൻസ്മെന്റിനെ സഹായിക്കുന്നത്. നാമത്തിന് രുചി ഉണ്ടായിരിക്കണം. ആ രുചി നമുക്ക് എങ്ങനെ അറിയാം നമുക്ക് രുചി ഉണ്ടോ ഇല്ലെന്ന്? നമ്മളുടെ പ്രിസ്ക്രൈബ് റൗണ്ട്സ് 16 16 റൗണ്ട്സ് ചൊല്ലിക്കഴിഞ്ഞാൽ 17ാമത്തെ റൗണ്ട് ചെല്ലാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നാമരുചി ഉണ്ടാകും. അല്ലാണ്ട് എങ്ങനെയും കഴിഞ്ഞാൽ അത് അവിടെ തൂക്കി കഴിഞ്ഞാൽ എൻ്റെ അന്നത്തെ പണി കഴിഞ്ഞു, യെസ് ഐ ആം ഡൺ വിത്ത് ഇറ്റ് ആണെങ്കിൽ നമുക്ക് രുചി വന്നിട്ടില്ല അർത്ഥം. അപ്പോൾ ഓരോരുത്തർക്കും ആ ഒരു ഇൻട്രോസ്പെക്ഷൻ ചെയ്യാൻ പറ്റും. നാമത്തിനോട് രുചി ഇല്ലേ? നമ്മൾ മെക്കാനിക്കലി somehow I want to finish my rounds. മിക്ക ആൾക്കാർ പറയും I want to finish my rounds. എൻ്റെ റൗണ്ട് തീർക്കണം. അതായത് ബേർഡൻ ആയിട്ടാണ് ഇത് നമ്മൾ കാണുന്നത്. എൻ്റെ എനിക്ക് മാല ജപിക്കണം എന്നല്ല പറയാം, എൻ്റെ റൗണ്ട് തീർക്കണം. വ്യത്യാസമുണ്ട് രണ്ടിലും അല്ലേ? somehow I want to complete it. Just like a burden. അങ്ങനെ ആവാൻ പാടില്ല. നാമത്തിനോട് രുചി ഉണ്ടെങ്കിൽ 16 കഴിഞ്ഞാൽ 17 ചെല്ലും, 17 കഴിഞ്ഞാൽ 18 ചെല്ലും. പിന്നെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിർത്തും, വേറെ കാര്യം, അതൊക്കെ കാര്യം. പക്ഷെ ഇനിയും ചെല്ലാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നാമത്തിന് രുചി. വൈഷ്ണവ സേവ നമ്മൾ പറഞ്ഞില്ല, ഒരുപാട് സേവനങ്ങൾ വൈഷ്ണവനെ കാണുമ്പോൾ, വീട്ടിൽ വരുമ്പോൾ, ടെമ്പിളിൽ വരുമ്പോൾ, ഓക്കെ, അങ്ങനെ അവരെ സേവിക്കാനുള്ള ആ ഒരു ഡിസൈർ. ജീവദയ. ജീവദയ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ജീവാത്മാക്കളോട്, ജീവജാലങ്ങളോട് ദയ, മേഴ്സി. നമ്മൾ പറയും ഐ ലവ് അനിമൽസ്, പക്ഷെ അതിനെ കൊന്നു തിന്നും. അത് ജീവതയാണ്. ഒരാൾക്കാരെ അങ്ങനെ പറയും അല്ലേ, ഐ ലവ് അനിമൽസ്, പക്ഷെ ഭക്ഷണത്തിൽ എന്തായിരിക്കും ടേബിളിൽ വരുന്നത്? നോൺ വെജിറ്റേറിയൻ.
സോ വെർ ഇസ് ദാറ്റ് ലവ്? ആ ലവ് എവിടെയാണ്? അപ്പോൾ മറ്റുള്ള ജീവജാലങ്ങൾക്കും ജീവിക്കാൻ അനുവദിക്കണം. അവര് നിർഭാഗ്യവശാൽ നമ്മളെപ്പോലുള്ളൊരു മനുഷ്യദേഹം കിട്ടിയിട്ടില്ല. മനുഷ്യരോട് മാത്രമല്ല മറ്റ് ജീവജാലങ്ങളോടും നമ്മൾ ദയ കാണിക്കണം, അവരെ ജീവിക്കാൻ അനുവദിക്കണം. അനാവശ്യമായിട്ട് അവരുടെ ആ ലൈഫ് സൈക്കിളിനെ നമ്മൾ ചെക്ക് ചെയ്യാൻ പാടില്ല. ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല, ഇന്ററപ്റ്റ് ചെയ്യാൻ പാടില്ല. സോ നാമരുചി, വൈഷ്ണവ സേവ, ജീവദയ, ഇതാണ് നമ്മളുടെ പ്രോഗ്രസ്, അഡ്വാൻസ്മെന്റ് ഇൻ സ്പിരിച്വാലിറ്റി. So Srila Prabhupada says that 99% of the spiritual advancement comes from chanting the holy name. Thus a devotee who sincerely and regularly chants at least 16 rounds every day, avoiding offenses, will make quick progress in Krishna consciousness. Japa, an exclusive activity. അപ്പോൾ എക്സ്ക്ലൂസീവ് ആക്ടിവിറ്റി നമ്മൾ 16 മാല കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്ക്ലൂസീവ് ആയിരിക്കണം. അതിൻ്റെ ഇടയിൽ നമ്മൾ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. വാട്സാപ്പ് നോക്കുക, ടെലിഫോൺ നോക്കുക, TV നോക്കുക, പത്രം വായിക്കുക, ടെലിഫോൺ ചെയ്യുക, അവരോട് സംസാരിക്കുക. നോ. ആ 16 മാല നമ്മുടെ കമ്മിറ്റ് ചെയ്തിട്ടുള്ള 16ഓ 10ഓ 20ഓ എത്രയാണെങ്കിലും 2ഓ 3ഓ 4ഓ എത്രയാണ്, അത് നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ട് ചെയ്യണം. ബാക്കി നിങ്ങൾ ചെയ്യുന്ന അതിന് പുറമെ വല്ലതുണ്ടെങ്കിൽ നോ പ്രോബ്ലം. അതിനവിടെ ചെയ്യണം നിർബന്ധമല്ല. പക്ഷെ എങ്കിലേ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് മറ്റുള്ള കാര്യങ്ങൾ നമ്മുടെ ഓഫീസിലുള്ള മനസ്സിൽ നമ്മൾ ജപിക്കാം, വേറെ എന്തെങ്കിലും കാര്യം ജപിക്കാം. പക്ഷെ ഈ എക്സ്ക്ലൂസീവായിട്ട് നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടുള്ള മാല എക്സ്ക്ലൂസീവ് ആയിരിക്കണം. When we attach importance to some activity, we keep aside some time exclusively for that activity. Since similarly, every devotee must spend the time required for chanting his or her prescribed rounds exclusively for japa and for no other activity, even if it is some form of devotional. ചില ആൾക്കാർ കീർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഭാഗവതം ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ നാം മാലയും പിടിച്ച് ജപിക്കേണ്ടായിരിക്കും. ശരിയാണോ? ശരിയല്ല. ആണ് ഇവിടെ പ്രത്യേകം പറയുന്നത്. ഈവൺ ഇഫ് ഇറ്റ് ഈസ് സം ഫോം ഓഫ് ഡിവൺ, നമ്മള് ചിലപ്പോൾ അവിടെ ക്ലാസ് കണ്ടിരിക്കും, ഇവിടെ ഫോണിൽ വേറെ എന്തെങ്കിലും കേൾക്കായിരിക്കും, ചിലപ്പോൾ ഡിവോഷണൽ ഇതായിരിക്കും. അത് ഒരു അപരാധമാണ് നമ്മൾ ചെയ്യുന്നത്. വി ആർ നോട്ട് അറ്റൻറ്റീവ്, അല്ലേ? അപ്പോ നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് ആ സമയം കൂടെ നമ്മൾ ചാൻറ്റിങ്ങിന്, വേറെ ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, while chanting 116 rounds, one should not be reading newspapers, talking to others, or while even hearing to kirtan for that matter. കീർത്തൻ ആണെങ്കിലും കൂട്ടിയിട്ട് ചില ആൾക്കാർ അത് കീർത്തനല്ലേ, എനിക്ക് ചാൻറ്റ് ചെയ്യാം, എന്നാ പിന്നെ വീട്ടിൽ പോയി ചാൻറ്റ് ചെയ്താൽ എന്തിനാണ് കീർത്തനം വരുന്നത്? കീർത്തൻ യുനോ കോൺഗ്രിഗേറ്റ്, കീർത്തൻ സങ്കീർത്തൻ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു കീർത്തനമാണ്. അപ്പൊ അതിൽ കോൺഗ്രിഗേറ്റ് ചെയ്യാനും വരുന്നത്, അപ്പൊ അതിൽ പങ്കെടുക്കുക. ആ സമയത്ത് നാമം ജപിക്കല്ല വേണ്ടത്. Japa is an activity that demands our complete undivided attention. ആ ആക്ടിവിറ്റിയിലെ ഫുൾ അറ്റൻഷൻ നമ്മൾ കൊടുക്കണം, എക്സ്ക്ലൂസീവ് ആയിരിക്കണം. ഡ്യൂറിംഗ് ജപ, ടെലിഫോൺ കോൾസ് ഷുഡ് ബി എന്റർടൈൻഡ്. ദ കോളർ മേ ബി പൊളൈറ്റ്ലി ആസ്ക്ഡ് ടു ലീവ് എ മെസ്സേജ് ഓർ കോൾ അപ്പ് ലേറ്റർ. അങ്ങനെ അർജന്റ് ആണെങ്കിൽ ജസ്റ്റ് സെൻഡ് എ മെസ്സേജ്, ഐ വിൽ കോൾ യു ലേറ്റർ. അല്ലെങ്കിൽ എത്ര മണിക്ക് വിളിച്ചാൽ, കാരണം വീണ്ടും വിളിക്കുകയാണെങ്കിൽ. ഈവൻ വിസിറ്റേഴ്സ് ഹു കം ഇൻ പേഴ്സൺ ഷുഡ് ബി റിക്വസ്റ്റഡ് ടു വെയിറ്റ്. When he chants the holy name, we are in direct communion with the Supreme Lord, Sri Krishna, because Krishna is not different from his name. In the form of his name, Krishna, the most important personality in all creation, is giving us an audience. നമ്മൾ ഭഗവാനെ വിളിക്കുക, ഭഗവാൻ വരുമ്പോൾ നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുക, അല്ലെങ്കിൽ വേറെവരോടും ചിറ്റാറ്റ് ചെയ്യുക. സോ വി ആർ ഡിസ്റെസ്പെക്റ്റിംഗ്. ഭഗവാനും ഭഗവാന്റെ നാമമായിട്ട് യാതൊരു വ്യത്യാസമില്ല. നമ്മൾ ഭഗവാനോട് പറയുന്നത് പ്ലീസ് എൻഗേജ് മീ ഇൻ യുവർ ഡിവോഷണൽ സർവീസ് കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, ഭഗവാൻ വരുമ്പോൾ നമ്മൾ ഭഗവാനെ അറ്റൻഷൻ കൊടുക്കാതെ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ ഇടപെട്ടാൽ പിന്നെ ഭഗവാൻ വിളിച്ച വരില്ല. Therefore, nothing should be allowed to interrupt his holy meeting. Remember, where there is a will, there is a way. അപ്പൊ അതുകൊണ്ട് ഭഗവാനായിട്ടുള്ള എക്സ്ക്ലൂസീവ് മീറ്റിംഗ് 1.5 hours, 1 hour, 45 minutes, 2 hours, whatever it is, or 1 hour or half an hour, നമ്മൾ കമ്മിറ്റ് ചെയ്തുള്ള റൗണ്ട് ചെല്ലുന്ന സമയത്ത് ഞാനും ഭഗവാൻ കൃഷ്ണനും മാത്രമേ ഉള്ളൂ, അതിലൊരു തേർഡ് പാർട്ടി ഇല്ല. ഇറ്റ് ഷുഡ് ബി എക്സ്ക്ലൂസീവ്. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ ഡി അവിടെ ഒന്ന് മാർക്ക് ചെയ്തോളൂ.
62-ല് അല്ലേ, 61-ല് ജപ സബ് ഹെഡിങ് 61-ല് ഡി. ഓക്കെ. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. अनंत कोटि वैष्णव की जय, श्री प्रभुपाद की जय, गुरु महाराज की जय, गो प्रेमानंद हरि हरि। हरे कृष्ण।